ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ജൂലൈ മാസം 19-ാം തീയതി. എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ ദിവസത്തിൻ്റെ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് യോശുവയുടെ പുസ്തകം 9-ാമത്തെ അധ്യായമാണ്. പഴയ നിയമത്തിലെ സങ്കടകരമായ അധ്യായങ്ങളിലൊന്നാണ് ഈ അധ്യായം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തോടെ ആലോചന ചോദിക്കാതെ ഒരു വലിയ തെറ്റായ പ്രവൃത്തി ചെയ്ത ഒരു അധ്യായമാണിത്. ഇസ്രയേലിന് ദൈവം കനാൻ വാഗ്ദത്തം ചെയ്തപ്പോൾ അവിടെ 6-7 ജാതികളാണ് ഉണ്ടായിരുന്നത്. അവരിലൊരു കൂട്ടരാണ് ഗിബെയോന്യരെന്ന് പറയുന്നവർ. കനാന്യരും ഹിത്യരും ഹിവ്യരും യബൂസ്യരും അങ്ങനെയുള്ള ആളുകളെക്കാൾ ഇവർ തന്ത്രജ്ഞരായിരുന്നു പറയട്ടെ, തന്ത്രശാലികളായിരുന്നു. ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി, യോശുവയോടും ഇസ്രായേൽ ജനത്തോടും യുദ്ധം ചെയ്ത് ഒരു വിധത്തിലും ജയിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇവരെ ജയിക്കണമെങ്കിൽ തന്ത്രം കൊണ്ടും മന്ത്രം കൊണ്ടുമേ ജയിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഗിബെയോന്യർ എന്ത് ചെയ്തു? അമ്മോന്യ വംശക്കാരായിരിക്കുന്ന ഈ ഗിബെയോന്യർ അവരെ ദൈവജനത്തെ പരാജയപ്പെടുത്തുവാനായിട്ടൊരു തന്ത്രം അവർ പ്രയോഗിച്ചു. കനാനിൽ വസിച്ചിരുന്ന ഈ ഗിബെയോന്യർ ദൂരദേശക്കാരാണ് എന്ന് അഭിനയിച്ചു. പഴയ ചെരുപ്പുമൊക്കെ എടുത്തിട്ടു, പൂത്തു തുടങ്ങിയ ഒരു ചപ്പാത്തിയൊക്കെ എടുത്തു, കീറിപ്പറിഞ്ഞതായിരിക്കുന്ന ഭാണ്ഡങ്ങളൊക്കെ ധരിച്ചു. എന്നിട്ട് അവരെ കുറച്ച് ആളുകൾ വളരെ വിനയവും താഴ്മയുള്ളവരായിട്ട് അവർ യോശുവയുടെയും ഇസ്രായേൽ മൂപ്പന്മാരുടെയും അടുക്കൽ വന്നു. വന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ദൂരദേശത്തു നിന്ന് വരികയാണ്, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്ന കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. ചെങ്കടൽ വിഭാഗിച്ചതും മരുഭൂമിയിൽ ദൈവം നിങ്ങളെ നടത്തിയതുമൊക്കെ ഞങ്ങൾ കേട്ടു. യോർദാൻ നദി വിഭാഗിച്ച് അക്കരെ കടത്തിയത് ഞങ്ങൾ അറിഞ്ഞു. എരിഹോ മതിൽ തകർത്ത കാര്യം ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ആളുകളാണ്, നിങ്ങളെ ആർക്കും തോൽപ്പിക്കാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ മൂപ്പന്മാർ, ഞങ്ങളുടെ പിതാക്കന്മാർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളുമായി ഒരു സമാധാന സന്ധി ഉണ്ടാക്കണമെന്ന്, അതിനുവേണ്ടി ഞങ്ങൾ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. തന്ത്രശാലികളായിരിക്കുന്ന ഇവർ യോശുവയെ വഞ്ചിക്കുകയാണ് ചെയ്തത്. ദൂരനിവാസികളാണ് തങ്ങളെന്ന നിലയിൽ നാട്യമായിട്ടാണ് അവർ പ്രവർത്തിച്ചതും അവരെ സംസാരിച്ചതും. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ഒരു യുദ്ധത്തിലും തോൽക്കാത്തതായിരിക്കുന്ന യോശുവ ഒരു ആന്തരിക യുദ്ധത്തിൽ തോൽക്കുകയാണ് ചെയ്തത്. തോറ്റുപോയി. അവിടെ ഗിബെയോന്യരുടെ മുൻപിൽ തോറ്റുപോയി. ഗിബെയോന്യർ പറഞ്ഞതായിരിക്കുന്ന നുണ സത്യമാണെന്ന് യോശുവയും മൂപ്പന്മാരും വിശ്വസിക്കുക മാത്രമല്ല, അതിൻ്റെ ഫലമായിട്ട് യോശുവയും ഇസ്രായേൽ മൂപ്പന്മാരും അവരോട് ഉടമ്പടി ചെയ്തു എന്നാണ് പറയുന്നത്. ഉടമ്പടി ചെയ്തു. ദൈവം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കനാനിലുള്ള ഒരു മനുഷ്യനോട് നിങ്ങൾ ഉടമ്പടി ചെയ്യരുത്. ഉടമ്പടി ചെയ്താൽ അവർ നിങ്ങൾക്ക് നാശമായി തീരും. അവരെ നിങ്ങളുടെ മക്കളെ വിവാഹം കഴിക്കും, നിങ്ങൾ അവരുടെ മക്കളെ വിവാഹം കഴിക്കും, നിങ്ങൾക്ക് അവർക്കെന്നും കെണിയായിരിക്കും, നിങ്ങളുടെ പാർശ്വത്തൊരു മുള്ളായിരിക്കും. എല്ലാ കാര്യങ്ങളും ദൈവം വിശദമായിട്ട് അവരോട് പറഞ്ഞതാണ്. പക്ഷേ ഇവരുടെ ആ പ്രസൻറ്റേഷൻ ഉണ്ടല്ലോ, സൂപ്പർബ് പ്രസൻറ്റേഷൻ. ഗിബെയോന്യർ വന്ന് നാട്യമായിട്ട് അവരുടെ അവസ്ഥയൊക്കെ അങ്ങോട്ട് പറഞ്ഞ് ഇസ്രായേലിനെ പുകഴ്ത്തി, ഇസ്രായേലിൻ്റെ ദൈവത്തെ പുകഴ്ത്തി, അവർ കേട്ട കാര്യങ്ങളൊക്കെ പുകഴ്ത്തി, ഞങ്ങൾ ദൂരേന്ന് വരികയാണ്, സമാധാനത്തിന് വേണ്ടി വരികയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ, ഈ പുകഴ്ചയുടെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ യോശുവയ്ക്ക് മൂപ്പന്മാർക്ക് ഒരഹങ്കാരം തോന്നിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ പ്രശസ്തി ഇത്ര ദൂരെ അറിഞ്ഞോ? ഇത്രയധികം നമ്മൾ പ്രശസ്തരാണ്, നമ്മുടെ ദൈവത്തെപ്പറ്റി ഇവരൊക്കെ കേൾക്കാനിടയായോ? ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് സന്ധി ചെയ്യാം. അതിനേക്കാൾ സങ്കടകരമായ കാര്യമാണ് അവർ കൊണ്ടുവന്നതായിരിക്കുന്ന സാധനങ്ങളിൽ വാങ്ങിച്ച് ആസ്വദിച്ചു എന്നാണ് അധ്യായത്തിൽ പറഞ്ഞത്. ഇവരെ കൊണ്ടുവന്നപ്പോഴേ പറഞ്ഞു, ഞങ്ങൾ ദൂരയാത്ര വന്നതാണ്, അന്ന് ഞങ്ങൾ ചൂടോടെടുത്ത് അപ്പമാണ്, ഇവിടെ വന്നപ്പോഴത്തേക്ക് അത് പൂത്ത് ആകപ്പാടെ ഉണങ്ങി. ഈ ഉണങ്ങി പൂത്ത് അപ്പം വാങ്ങി തിന്ന് സന്ധി ചെയ്യേണ്ട കാര്യം ഇവർക്കുണ്ടോ? അതിലേറ്റവും സങ്കടകരമായിരിക്കുന്ന പ്രസ്താവന എന്താണെന്നറിയാമോ? അവർ ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഗിബെയോന്യരുമായി സന്ധി ചെയ്തു. അങ്ങനെയാണ്, ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഗിബെയോന്യരുമായിട്ട് അവർ സന്ധി ചെയ്തു. ഈ 9-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളിൽ സങ്കടകരമായിരിക്കുന്ന പ്രസ്താവനകളുണ്ട്. യോശുവ ശക്തനായിരിക്കുന്ന ഒരു നേതാവാണ്. ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരും ശക്തരായ ആളുകളാണ്. പക്ഷേ എന്ത് ചെയ്തില്ല അവർക്ക് ചോദിക്കാമായിരുന്നു ദൈവത്തോട്, ഈ ആളുകൾ ഈ സ്ഥലത്തുകാരാണോ, ദൂരെ നിന്ന് വന്നവരാണോ, ഇവർ പറയുന്നത് സത്യമാണോ ദൈവം എന്ന് ചോദിച്ച ദൈവം പറഞ്ഞാൽ ഇവർ വഞ്ചകന്മാരാണ്, ചതിയന്മാരാണ്. പക്ഷേ ദൈവത്തോട് അവർ ആലോചന ചോദിച്ചില്ല. നമ്മുടെ ജീവിതത്തിൽ ഇത് തെറ്റ് വരുന്നില്ലേ? നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ട് നമ്മൾ ചില
വിവേചനങ്ങൾ നടത്തുകയും നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ട് ചില തീരുമാനങ്ങൾ ചെയ്യുകയും ചെയ്തു. അവർ പറഞ്ഞതായിരിക്കുന്ന കഥ ഇവർക്ക് ബോധ്യമായി, നുണ അവർക്ക് ബോധ്യമായി, നുണക്കഥ അവർക്ക് ബോധ്യമായി. അതേക്കുറിച്ച് അവരൊന്നും സംശയിച്ചില്ല. അവർ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് വേണം ഒരു ഉടമ്പടി ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? പ്രത്യേകിച്ച് ദൈവം പറഞ്ഞു, ദേശത്തുള്ള ആളുകൾ ഉടമ്പടി ചെയ്യരുത്, ഇവർ ദേശവാസികളാണെങ്കിൽ എന്ത് ചെയ്യും? ഇതവർ പറയുകയും ചെയ്തു, നിങ്ങൾ ഈ ദേശവാസികളാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അയ്യോ, ഞങ്ങളല്ലേ എന്ന് പറഞ്ഞു. കണ്ടില്ലേ, ഞങ്ങളുടെ വസ്ത്രം നോക്ക്, ഞങ്ങളുടെ ചെരുപ്പ് നോക്ക്, ഞങ്ങൾ കൊണ്ടുവന്ന അപ്പം നോക്ക്, ഇത് കണ്ടറിയില്ല ഞങ്ങൾ ദൂരേന്നാണ് വരുന്നതെന്ന്. വഞ്ചകന്മാരായിരിക്കുന്ന ആളുകൾ വളരെയധികം വഞ്ചന ഉപയോഗിക്കും. അവരുടെ വാക്കുകൾ തന്ത്രവും ഒക്കെയുള്ള വാക്കുകളാണ്. നമുക്കതിനുള്ള പരിഹാരം എന്താണെന്നറിയാമോ? ദൈവത്തോട് ആലോചന ചോദിക്കുക എന്നുള്ളതാണ്. ദൈവസന്നിധിയിൽ പോയി ആലോചന ചോദിക്കുക, പ്രാർത്ഥിക്കുക, ധാരാളം പ്രാർത്ഥിക്കുക. നമ്മൾ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. പരിജ്ഞാനമുള്ളവരും പാകതയും പക്വതയും ഉള്ളവരുമായിരിക്കും ദൈവദാസന്മാരുമായിട്ട് ഒത്തുചേർന്ന് പ്രാർത്ഥിക്കുക. ഇവരെക്കുറിച്ച് അന്വേഷിക്കേണ്ടതെല്ലാം അന്വേഷിക്കുക. ഈ ആളുകൾ ആരാണ് എന്ന് അടുത്തുള്ള ആളുകളോട് ചോദിച്ചെങ്കിൽ അവർ പറഞ്ഞേനെയും ഗിബെയോന്യരാരാണെന്ന്. അന്വേഷിക്കുകയും ആലോചന ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യണം കേട്ടോ. യോശുവയുടെ കാലത്ത് ദൈവത്തിൻ്റെ ആലോചന അറിയുവാൻ പുരോഹിതൻ വഴി അന്വേഷിച്ചാൽ മതി. ഊറീമും തുമ്മീമും അങ്ങനെയുള്ളതായിരിക്കുന്ന എല്ലാ ക്രമീകരണങ്ങളും ഉണ്ട്. മഹാപുരോഹിതനോട് ചോദിച്ചാൽ മതി, ഉടനെ ദൈവം ഉത്തരം തരും. അത്രയധികം സൗകര്യമായിട്ട് സത്യം അറിയുവാനുള്ള സാധ്യത ഉണ്ടായിരുന്ന സ്ഥലത്താണ് ആ സാധ്യതയെ അവർ ഉപയോഗിക്കാതെ അവരുടെ സ്വന്തം ബുദ്ധിയിൽ അവരെ ആശ്രയിച്ചുകൊണ്ട് അവരിവരെ വിശ്വസിച്ചത്. സ്വയബുദ്ധിയിൽ ആശ്രയിച്ച് യോശുവയും ശ്രേഷ്ഠന്മാരും ഉടമ്പടി ചെയ്തു. എത്ര വലിയ കെണിയിലാണ് അവർ ചെന്ന് പെട്ടതെന്നറിയാമോ? ഉടമ്പടി ചെയ്ത് അധികം കഴിയുന്നതിന് മുമ്പ് അവർ മനസ്സിലാക്കി ഇവരുടെ താമസിക്കുന്ന ഗിബെയോന്യരാണെന്ന്. അവരെ വിളിച്ചൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെക്കുറിച്ചുള്ള പേടി കൊണ്ട് പറഞ്ഞു പോയതാണെന്ന്. കള്ളം പറയുന്ന മിക്കവാറും പേടി കൊണ്ടാണല്ലോ. കള്ളം പറയുന്ന ഒന്നീ ലാഭത്തിന് വേണ്ടി, അല്ലേ ഭയം കൊണ്ട്. പോലീസ് പിടിച്ച് നീ മോഷ്ടിച്ചോളാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ ദേശത്തൂടെ പോയില്ലേ എന്ന് പറയുന്നത് എന്താണ്? സത്യം പറഞ്ഞാൽ ഇടി മൂക്കും കേസ് പ്രതികൂലമാകുമെന്ന് വിചാരിച്ചാണ്. വേറെ ചിലർ ലാഭത്തിന് വേണ്ടിയാണ്. പാലിൽ വെള്ളം ചേർക്കുന്നത് എന്തിനാ? ലാഭത്തിന് വേണ്ടിയാണ്. അങ്ങനെയുള്ള നുണകൾ ഒരുപാട് പറഞ്ഞാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ലാഭത്തിന് വേണ്ടിയും ഭയത്തിന് വേണ്ടിയും. ദൈവമക്കൾക്ക് ഇത് രണ്ടും വേണ്ട. ലാഭത്തിന് വേണ്ടി നുണ പറയേണ്ട, ഭയം കൊണ്ടും നുണ പറയേണ്ട ആവശ്യമില്ല. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. ബുദ്ധിമാനും ശക്തനുമായ ഭരണാധികാരിയായിരുന്നു യോശുവ. എന്നിരുന്നാലും താൻ ശ്രദ്ധിക്കേണ്ടതൊക്കെയും ശ്രദ്ധിച്ചില്ല. ദൈവത്തോട് ആലോചന ചോദിക്കാതെയാണ് ഉടമ്പടി ചെയ്തത്. പലപ്പോഴും പല വലിയ ദൈവദാസന്മാർക്കും പറ്റുന്നതാണ്. പ്രഗത്ഭരായ ദൈവദാസന്മാരാണ്, ഒരുപാട് യുദ്ധങ്ങൾ നടത്തിയിട്ടുള്ളവരാണ്, ഒരുപാട് കൗൺസിലിംഗ് നടത്തിയിട്ടുള്ളവരാണ്, ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുള്ളവരാണ്. പക്ഷേ ഇപ്പോൾ ഇതാ ഒരു പ്രശ്നം ഇവിടെ ചൂളിപ്പോയി. ആലോചന ചോദിക്കേണ്ടതുപോലെ ചോദിച്ചില്ല. ദൈവസന്നിധിയിൽ അവർ പ്രാർത്ഥിച്ചില്ല, പ്രാർത്ഥിക്കേണ്ടതിൽ പ്രാർത്ഥിച്ചില്ല. ആകെ പരാജയപ്പെട്ടില്ലേ? സ്വയബുദ്ധിയിൽ ആശ്രയിച്ച യോശുവയും ശ്രേഷ്ഠന്മാരും ഉടമ്പടി ചെയ്തു. അതിനാൽ അവർ ആ കെണിയിൽ പിടിപ്പെട്ടു. ഗിബെയോന്യരെന്നും അവരുടെ പള്ളയ്ക്കുള്ള മുള്ളായിട്ട് മാറിയതാണ്. അവരെ കൊണ്ട് വെള്ളം കോരിക്കുകയും ദൈവാലയത്തിൽ വിറകുയുമിക്കുകയൊക്കെ ചെയ്തു. വിറകുയുമ്മിയാലും വെള്ളം കോരിയാലും ദൈവം അവരെ ജീവനോട് വെക്കരുതെന്ന് പറഞ്ഞവരെ വെച്ചില്ലേ? അപ്പോൾ ഈ ലോകത്തിൻ്റെ ആളുകൾ എത്ര സാമർഥ്യമുള്ളവരാണ്. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, ഈ ലോകത്തിൻ്റെ മക്കൾ വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ ബുദ്ധിയുള്ളവരാണെന്ന് പറഞ്ഞു. അവരുടെ കാര്യങ്ങൾ നോക്കാൻ അവർക്കറിയാം. ദൈവമക്കൾക്ക് പലപ്പോഴും അവരുടെ കാര്യം നോക്കാൻ അറിയില്ല. ദൈവം നമുക്ക് അനുകൂലമായിട്ടുണ്ട്, ആലോചന ചോദിച്ചാൽ പറഞ്ഞു തരുവാനുണ്ട്, പരിശുദ്ധാത്മാവ് നമുക്കുണ്ട്, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം നമുക്കുണ്ട്, ദൈവദാസന്മാർ നമുക്കുണ്ട്. പക്ഷേ ഇതൊന്നും നാം ഉപയോഗിക്കുകയില്ല. നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ, ചെറിയ ബുദ്ധിയിൽ നല്ലത് ശരിയെന്ന് തോന്നിയ കാര്യം നാം ചെയ്യും. ഒരു വ്യത്യാസമേ ഉള്ളൂ. ശരിയെന്നെനിക്ക് തോന്നിയത് ദൈവത്തിന് മുൻപാകെ തെറ്റായിപ്പോയി. ശരിയെന്നെനിക്ക് തോന്നിയത് ശരിയായിരുന്നില്ല ദൈവത്തിന് മുൻപാകെ. ദൈവത്തോട് വാക്ക് ചോദിച്ചാൽ വേണ്ട, അത് ശരിയല്ലെന്ന് പറഞ്ഞേനെ. പക്ഷേ അത് ചോദിച്ചില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഈ ലോകത്തിൻ്റെ മക്കൾ വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ ബുദ്ധിയേറിയവരാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നാം ഏറെ സൂക്ഷിച്ചും പ്രാർത്ഥിച്ചും മാത്രമേ തീരുമാനങ്ങളെടുക്കാവൂ. നമ്മുടെ ജീവിതത്തിലെടുക്കുന്ന ഒരു തീരുമാനങ്ങളെക്കുറിച്ചും ദൈവത്തോട് ആലോചന ചോദിക്കാതെയാണ് ആ തീരുമാനമെടുത്തതെന്ന് പറയരുത്. ദൈവത്തോട് ആലോചന ചോദിക്കണം. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ദാസന്മാരും ചോദിക്കേണ്ട പക്വതയുള്ളവരും ഭക്തന്മാരുമായിരിക്കുന്ന ആളുകളുടെ ആലോചന നാം ചോദിച്ചിട്ട് വേണം നാം ഒരു കാര്യം തീരുമാനിക്കാൻ. ഇതൊരു രാജ്യത്തിൻ്റെ ഒരു ജാതി സംഹരിച്ചു കളയണമെന്ന് ദൈവം കൽപ്പിച്ച ഒരു ജാതിയെ ജീവനോട് രക്ഷിക്കുന്ന ഒരു പ്രശ്നമാണ് ഉണ്ടായത്. അത് ഇസ്രായേൽ മക്കൾക്ക് എന്നും ഒരു കെണിയായിട്ട് തീർന്നു. നമുക്കറിയാം എത്ര ഭയങ്കരമായിരിക്കുന്ന കാര്യങ്ങളാണ് ഇതുകൊണ്ട്. അതുകൊണ്ട് ദൈവമക്കളെ, ആലോചന ചോദിക്കേണ്ടിടത്തൊക്കെ ആലോചന ചോദിക്കുകയും പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കുകയും വചനം അന്വേഷിക്കേണ്ടതുപോലെ അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ട് വേണം തീരുമാനങ്ങളെടുക്കാൻ.
പ്രഥമ ദൃഷ്ടിയ തീരുമാനം ശരിയാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ശരിയാകണമെന്നില്ല. അത് വിശകലനം ചെയ്ത് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിധേയപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്താൽ നമുക്ക് യോശുവയും ദൈവജനവും ചെയ്തതുപോലെയുള്ള ഗൗരവമായിരിക്കുന്ന തെറ്റുകൾ ചെയ്യുവാൻ ആവശ്യമില്ലാതെ വരും. വലിയവനായ ദൈവം നമുക്ക് വിവേകവും ബുദ്ധിയും തരട്ടെ. ദൈവത്തോട് ആലോചന ചോദിച്ച് മാത്രം നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.